നമ്മൾ ഓരോ പാർക്കിലും മാളിലൊക്കെ ഇങ്ങനെ കുറേ ടൈപ്പ് കാരിക്കേച്ചറൊക്കെ വരയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. ഇവിടെ റയർ ആയിരിക്കും, ബട്ട് എന്നാലും കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ടൈപ്പിൽ, ഒരു കാർട്ടൂണി ടൈപ്പിൽ നമുക്ക് എങ്ങനെ കാരിക്കേച്ചർ ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് സ്റ്റാർട്ടഡ്. സോ ഗായ്സ്, അപ്പോൾ നമ്മൾക്ക് നോക്കാം ഹൗ ടു ഡ്രോ എ കാരിക്കേച്ചർ. ശരിക്കും എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ കാരിക്കേച്ചർ വരയ്ക്കാനാണ് കുറച്ചുകൂടി കഷ്ടം. കാരണം ഓരോ ആൾക്കാരുടെ ഫേസ് അവരുടെ തന്നെയായിട്ടുള്ള ഒരു യുണീക്നെസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു യുണീക്നെസ് മെയിൻറ്റെയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ തന്നെ വി ഹാവ് ടു ഈവൻലി മെയിൻറ്റെയിൻ ദ ലൈക്നെസ് ഓൾസോ. സോ വി ആർ ട്രൈങ് ടു ഡു ദിസ്, നോട്ട് ദിസ്. അപ്പോൾ ഞാൻ ഇന്ന് ഡ്രോ ചെയ്യാൻ പോകുന്നത് പൃഥ്വിരാജിയാണ്. ഈ ഒരു പിക്കിനെ നമ്മൾ കുറേ ഡിഫറെൻറ്റ് ഷേപ്സിൽ വരച്ച് നോക്കാം, ലൈക്ക് കുറേ ഡിഫറെൻറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ ഷേപ്സ്. അപ്പോൾ നമ്മൾക്കറിയാമല്ലോ, നമ്മളിനി കാരിക്കേച്ചർ ചെയ്യുമ്പോൾ ഏതൊരു ഷേപ്പിൽ വരയ്ക്കുമ്പോഴാണ് ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന്. അപ്പോൾ ഒരു 20-30 സെക്കൻഡ്സ് മാക്സിമം അങ്ങനെ റഫായിട്ട് കുറേ ഡിഫറെൻറ്റ് ഷേപ്സിൽ നമുക്ക് വരച്ച് നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഒരു നല്ലൊരു ഷേപ്പിൽ കാരിക്കേച്ചർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് കാരിക്കേച്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് ദി ഫണ്ണി സൈഡ്. കാരിക്കേച്ചർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫണ്ണി ഫേസ് അല്ല വരയ്ക്കാൻ വേണ്ടി നോക്കുന്നത്. ആക്ച്വലി ഒരാളുടെ ഒരു യുണീക്നെസ് അല്ലെങ്കിൽ ആളുടെ ഒരു യുണീക്ക് ഫീച്ചറെ നമ്മളൊന്ന് എക്സാജുറേറ്റ് ചെയ്തിട്ട് ഒരു ക്ലിയർ ആയിട്ടൊന്ന് അതിനെ മാത്രം ഒന്ന് എടുത്തറിയണ പോലെ വരയ്ക്കുന്നതാണ് കാരിക്കേച്ചർ. അങ്ങനെ വരച്ചു വരുമ്പോൾ അതൊരു ഫണ്ണി ഫേസ് ആവണം, ബട്ട് ആക്ച്വലി നമ്മൾ ആ ഒരു ഫണ്ണി ഫേസിന്റെ ഒരു ഇന്റൻഷനല്ല വരയ്ക്കേണ്ടത്. നമ്മൾ കുറെ ഷേപ്സ് ട്രൈ ചെയ്യുക, കുറെ ഒരു ആംഗിൾസ് ട്രൈ ചെയ്യുക. കാരണം നമ്മൾക്ക് അറിയണം ഏത് ആംഗിളിൽ അല്ലെങ്കിൽ ഏത് ഷേപ്പിൽ വരയ്ക്കുമ്പോഴാണ് ഈ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് ക്ലിയർ ആയിട്ട് ഇതിൽ സ്യൂട്ട് ആവുകയെന്ന്. അപ്പോൾ കുറെ ആംഗിൾ അല്ലെങ്കിൽ കുറെ ഷേപ്സ് നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് ബിഗ് ഷേപ്സിനെ ബ്ലോക്ക് ചെയ്ത് പിന്നീട് അതിനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരച്ചു വെക്കണം. ഫസ്റ്റ് വലിയ ഷേപ്സിന് തുടങ്ങാം, പിന്നീട് കുറച്ചും കൂടി ചെറുത്, പിന്നീട് വളരെ ചെറുത്, പിന്നെ അതിനുശേഷം ഷെയ്ഡിങ്, ഡീറ്റെയിലിംഗ്, അങ്ങനെ അതിലേക്ക് കിടക്കാം. ജസ്റ്റ് കുറേ ഇത് വരയ്ക്കുമ്പോൾ തന്നെ കുറേ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, കുറേ ഷേപ്സും കുറേ ടെക്നിക്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. എന്നാലേ നമ്മൾക്കൊന്ന് മനസ്സിലാവുള്ളൂ നമ്മുടെ ഒരു സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മൾ ഇതിന് ഏത് ഷേപ്പിൽ വരയ്ക്കുമ്പോഴാണ് നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് സ്വീറ്റായിട്ട് ഇതിൽ വെക്കാൻ പറ്റുക അല്ലെങ്കിൽ വരയ്ക്കാൻ പറ്റുക. ഈ കാരിക്കേച്ചർ ഒന്ന് കറക്റ്റ് ഒന്ന് ഒരു ലൈക്നെസ് മെയിൻറ്റെയിൻ ചെയ്ത് വരയ്ക്കാൻ പറ്റും, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ ഒരു പാർട്ടിലാണ് നമ്മുടെ ഫണ്ടമെന്റൽ പാർട്ടൊന്ന് ക്ലിയർ ആയിട്ട് വർക്ക് ആവുക. കാരണം നമ്മൾ കുറേ ഷേപ്സും കുറേ കാര്യങ്ങളും നമ്മൾ ഇതിലൂടെയാണ് ട്രൈ ചെയ്യേണ്ടത്, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ ഒരു കാരിക്കേച്ചർ ഫേസിൽ എങ്ങനെയാണ് ഈ ഒരു ഫീച്ചേഴ്സിന് ഇവരുടെ ഓരോ നോസും ലിപ്സും എല്ലാം ക്ലിയർ ആയിട്ട് കാർട്ടൂണി ടൈപ്പിൽ ഇതിൽ സ്യൂട്ട് ആക്കാൻ പറ്റുമെന്ന് നമ്മൾ ട്രൈ ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. സോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. ആൻഡ് തെറ്റുമെന്ന് പറഞ്ഞ് പേടിക്കരുത്, ബി റെഡി ടു ടേക്ക് റിസ്ക്. കാരണം കുഴപ്പമില്ല, തെറ്റിയാലും നമ്മൾ വീണ്ടും ട്രൈ ചെയ്യും. ആൻഡ് ഇതിനെ നമ്മൾ ആർട്ടിസ്റ്റ് അല്ല, അപ്പോൾ ട്രൈ എന്ന് പറയരുത്, പ്രാക്ടീസ്. വി ആർ പ്രാക്ടീസിങ്. അപ്പോൾ അടുത്ത പിക്ചർ ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത ഒരു ഇത് ട്രൈ ചെയ്യുമെന്ന് പറയരുത്, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്, വി ആർ പ്രാക്ടീസിങ്. അങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ സ്റ്റെപ്സ് ഒന്നും ഫോളോ ചെയ്യാതെ ഒരാളുടെ ഫേസ് കാണുമ്പോൾ തന്നെ 2 മിനിറ്റിൽ ആ കാരിക്കേച്ചർ, അയാളുടെ കാരിക്കേച്ചർ വരയ്ക്കാൻ പറ്റും. ആ ഒരു പ്രാക്ടീസിലൂടെ മാത്രമേ ആ ഒരു ലെവലിലേക്ക് എത്തുള്ളൂ. അല്ലാണ്ട് ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ട് ഒരാളുടെ ഫേസ് 2 മിനിറ്റിൽ കാരിക്കേച്ചർ ചെയ്യാൻ കിട്ടൂല. സോ പ്രാക്ടീസ് ഓരോരോ കാര്യങ്ങളും പുതിയതായിട്ട് എക്സ്പ്ലോർ ചെയ്യുക, ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് വരയ്ക്കേണ്ടത്, ഏതൊക്കെ ഷേപ്സിൽ വരയ്ക്കുമ്പോഴാണ് ഈ ഒരു ഫേസിന് സ്യൂട്ട് ആവും നമുക്ക് മനസ്സിലാവും. സോ അതിലൂടെ നമ്മൾ ഒരു ഫാസ്റ്റ് നമ്മൾ ഗെയിൻ ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ദിസ് ഈസ് അവർ കാരിക്കേച്ചർ. ഇറ്റ്സ് നോട്ട് അബൌട്ട് പെർഫെക്ഷൻ, ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ട്രൈ. അപ്പോൾ കുറേ ട്രൈ ചെയ്യാൻ, കാരണം ഈ ഒരു വീഡിയോ കാണുമ്പോൾ 10% വരെ ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ ട്രൈ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് തന്നെ അതൊരു വലിയൊരു കാര്യമാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. സീ യു ഗൈസ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ സ്റ്റേ ക്രിയേറ്റീവ്. ബൈ ബൈ.